ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മളെ എക്സസൈസ് ഇൻറ്റിജേഴ്സിന്റെ അവസാന ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുകയാണ്. 1.3 ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. എല്ലാം വേർഡ് പ്രോബ്ലം ആണ്. ശകലം പ്രയാസം. ഞാൻ ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കാവേ. ചെറുതായിട്ട് എഴുതിയേക്കുന്നത് നിങ്ങൾ ടെക്സ്റ്റ് നോക്കണം. The temperature at 12 noon was 10 degrees Celsius above zero. If it decreases at the rate of 2 degrees Celsius per hour until midnight, at what time would be the temperature be at 8 degrees Celsius? Below zero, what would be the temperature at midnight? ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, അത് തന്നിട്ടുള്ളതാണ്. 12 നോണിൽ, അതായത് ഉച്ചയ്ക്ക് 10 ഡിഗ്രി സെൽഷ്യസ് ആണ്. എബോവ് സീറോ, ഇത് സീറോ ലെവൽ, എബോവ് സീറോ. അത് കഴിഞ്ഞ് സമയം മാറുന്നതനുസരിച്ച് ഏതോ ഒരു ടൈമിൽ 8 ഡിഗ്രി സെൽഷ്യസ് ആയി ബിലോ സീറോ, 8 ഡിഗ്രി സെൽഷ്യസ് ആയി ബിലോ സീറോ. ടൈം അവർ പറഞ്ഞിട്ടില്ല. അപ്പം ബിലോ സീറോ ആയതുകൊണ്ട് നമ്മൾ ഇത് ഇൻഡിജേഴ്സ് ആയിട്ട് നമ്മൾ പ്ലസും മൈനസും ഉപയോഗിക്കും അല്ലേ. അപ്പം എബോവ് സീറോയ്ക്ക് നമ്മൾ +10 ഡിഗ്രി സെൽഷ്യസ് എന്നും കൊടുത്തു. ഇത് ബിലോ ആയതുകൊണ്ട് ഇതിന് നമ്മൾ -8 ഡിഗ്രി സെൽഷ്യസ് എന്നും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവർ ചോദിച്ചിരിക്കുന്നത് ഈ -8 ഡിഗ്രി സെൽഷ്യസ് എപ്പോഴാകുന്നത്, ഏത് ടൈമിലാണ്, എപ്പോഴാണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത്, എത്ര വീതം കുറയുന്നു പറഞ്ഞിട്ടുണ്ട്. സമയം മാറുന്നതനുസരിച്ച് 2 ഡിഗ്രി സെൽഷ്യസ് ഇടാം. അതായത് ഉച്ചയ്ക്ക് 12 മണിക്ക് 10 ആണെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ ഉച്ചയ്ക്ക് 1 മണിയാകുമ്പോൾ എത്രയാകും, അത് കുറഞ്ഞ് 8 ആകും. 2 മണിയാകുമ്പോൾ എത്രയാകും, അത് പിന്നെ 2 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ് 6 ആകും. അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുവാണ്. കുറഞ്ഞു പോയി സീറോയ്ക്കും താഴെ പോകും. നമ്മൾ എഴുതി കാണിക്കുന്നുണ്ടോ. 1 മണിക്ക് 8 ആകും, 2 മണിക്ക് 6, 3 മണിക്ക് 4, 4 മണിക്ക് 2, 5 മണിയാകുമ്പം പിന്നെ 0, 6 മണിയാകുമ്പം -2. അതങ്ങനെ കുറഞ്ഞു പോവാം. 2 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞു പോകും. അപ്പൊ എപ്പോഴാണ് -8 ഡിഗ്രി സെൽഷ്യസ് വരുന്നതെന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അങ്ങനെയാണെങ്കിൽ 12 മിഡ്നൈറ്റില്, രാത്രി 12 മണിക്ക് എത്രയായിരിക്കും ടെമ്പറേച്ചർ? ഓക്കെ, നമുക്കപ്പം നമ്മൾ പറഞ്ഞു സീറോയ്ക്ക് മേളിലുള്ളത് നമ്മൾ പോസിറ്റീവ് എന്ന് എടുത്തു, സീറോയ്ക്ക് താഴെയുള്ളത് നെഗറ്റീവ് എന്നും എടുത്തു. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ടെമ്പറേച്ചർ അറ്റ് 12 നോൺ. ടെമ്പറേച്ചർ അറ്റ് 12 നോണിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 10 ഡിഗ്രി സെൽഷ്യസ്, +10 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് എഴുതാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈമാണ്. അപ്പം നമ്മൾ ഇത് തന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഉള്ളത് ഏതൊക്കെയാണ്? ടെമ്പറേച്ചറുകളാണ് ഉള്ളത്. അപ്പം നമ്മൾ അവിടെ ഡിഫറൻസ് കാണുവാണ്. ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ ഈസ് ഈക്വൽ ടു ഏതിന്ന്, ഈ +10 ഡിഗ്രി സെൽഷ്യസിന്ന് ഈ -8 ഡിഗ്രി സെൽഷ്യസ് കുറയ്ക്കും. 10 ഡിഗ്രി സെൽഷ്യസ് -8 ഡിഗ്രി സെൽഷ്യസ്. ഞാൻ ഇത് ബ്രാക്കറ്റിൽ കൊടുത്തു. ഓക്കെ, നമുക്കറിയാം നമ്മൾ ചെയ്യുമ്പം സബ്ട്രാക്ഷൻ ചെയ്യാറില്ല. നമ്മൾ എന്ത് ചെയ്യും? അഡിറ്റീവ് ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു 10 ഡിഗ്രി സെൽഷ്യസ്. ഇവിടെ തൊട്ട് മാറുമല്ലേ അഡിറ്റീവ് ഇൻവേഴ്സ്. ഈ മൈനസ് പ്ലസ് ആകും, ഈ മൈനസും പ്ലസ് ആയിട്ട് 8 ഡിഗ്രി സെൽഷ്യസ് വരും. ഇത് രണ്ടും പ്ലസ് ആയതുകൊണ്ട് 18 ഡിഗ്രി. ആൻസർ എത്രയാണ്? 18 ഡിഗ്രി സെൽഷ്യസ്. ഇത് മനസ്സിലായില്ലേ മക്കളെ, എങ്ങനെ 18 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വന്നത്? നമ്മൾ ഡിഫറൻസിന്റെ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ളത് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇത് രണ്ടെണ്ണം ഇപ്പൊ എടുത്തത്. അപ്പൊ ഇവിടെ 2 ടെമ്പറേച്ചർ ഉള്ളതുകൊണ്ട് അവരുടെ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ കാണുവാണ്. അപ്പൊ ഇതിൽ നിന്ന് ഇത് സബ്ട്രാക്ട് ചെയ്യണം. 10ൽ നിന്ന് വെറും 8 അല്ല സബ്ട്രാക്ട് ചെയ്യുന്നത്, -8 ആണ്. കാരണം സീറോയ്ക്ക് താഴെ നമ്മളതിന് -8 എന്ന് കൊടുത്തു. പിന്നെ സബ്ട്രാക്ഷൻ ചെയ്തതിനെക്കാട്ടി എളുപ്പം നമുക്ക് അഡിറ്റീവ് ഇൻവേഴ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ചെയ്ത് 18 ഡിഗ്രി കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് ടൈം കണ്ടുപിടിക്കാമല്ലോ. അപ്പൊ ഈ ടൈം കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി? ഈ ഡിഫറൻസ് ഇല്ലേ 18 ഡിഗ്രി സെൽഷ്യസ്, അതായത് ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചറിന് എന്ത് ഡിവൈഡ് ചെയ്താൽ മതി? എത്ര വീതമാണ് കുറഞ്ഞു വരുന്നേ? ഓരോ മണിക്കൂറിനും 2 ഡിഗ്രി സെൽഷ്യസ് വീതം കുറഞ്ഞു വരുന്നു. ആ ഡിഫറൻസ് ഇൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 9 എന്ന ആൻസർ കിട്ടും. 18 ÷ 2 = 9. കണ്ട, ഈ ടൈം കണ്ടുപിടിക്കുന്ന പരിപാടി മനസ്സിലായില്ലേ? ടെമ്പറേച്ചർ ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ കാണുക, എന്നിട്ട് ആ ടെമ്പറേച്ചർ എത്ര വീതമാണ് ഡിഫറൻസ് വരുന്നത്, എത്ര വീതം കുറഞ്ഞു വരുന്നത്? 2 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ആ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ആൻസർ 9. അപ്പം 9 എന്ന് പറഞ്ഞാൽ ടൈമാണ്. അതായത് ഏത് ടൈം അപ്പോൾ ഏതായിരിക്കും? AM ആണോ PM ആണോ? 9 AM ആണോ PM ആണോ? 9 PM ആ. അതായത് താഴെ വരുക. 12 മണി തൊട്ട് താഴോട്ട് വരും. അപ്പോൾ 9 മണിയല്ലേ. അപ്പം എന്നാ എഴുതാം? Therefore time at temperature is 8 ഡിഗ്രി സെൽഷ്യസ് is equal to 9 PM. എളുപ്പമല്ലേ? ഓക്കെ, എളുപ്പമല്ല. ഇച്ചിരി പ്രയാസമെന്ന് എനിക്കറിയാം, പ്രശ്നമില്ല കേട്ടോ, നമുക്കത് പഠിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ രണ്ടാമത്തെ ഭാഗത്തെ കാണണം. എന്താ രണ്ടാമത്തെ ഭാഗം?
അങ്ങനെയാണെങ്കിൽ രാത്രി 12 മണിക്ക് എത്രയാണ് ടെമ്പറേച്ചർ? അപ്പൊ ഇനി ഇത് നോക്കണ്ട, ഇനി നമുക്ക് ഇത് നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ളത് ടൈം അല്ലേ, അപ്പൊ നമുക്ക് ഡിഫറൻസ് ഇൻ ടൈം കാണാം. ഡിഫറൻസ് ഇൻ ടൈം ഒന്നുങ്ങൾ പറയാം. ഡിഫറൻസ് ഇൻ ടൈം അതായത് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് രാത്രി 12 മണി. നമ്മൾ ഉച്ചയ്ക്കത്തെ 12 മണിയിൽ നിന്ന് എടുക്കും. മിഡ് നൈറ്റിലെ 12 മണിക്ക് നമ്മൾ എന്താ സാധാരണ പറയുന്നത്? 24 എന്നല്ലേ പറയുന്നത്, 24 hours എന്നല്ലേ പറയുന്നത്. അപ്പം 24 12 പോക എത്രയാണ്? 12. അപ്പം വേണം നമുക്ക് ഇങ്ങനെ എഴുതാം. ഇത് 12 മിഡ് നൈറ്റ് എന്ന് പറഞ്ഞാൽ 24 hours എന്നാണ് അർത്ഥം അല്ലേ? നമുക്കപ്പം 24 മൈനസ് ഈ 12 എന്ന് പറഞ്ഞാൽ 12 hours. അപ്പം നമുക്ക് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് രാത്രി 12 മണി വരെയുള്ള ടൈമിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 12 മണിക്കൂറാണ്. 12 hours ആണ് കിട്ടിയിരിക്കുന്നത്. ഇനി അപ്പൊ ഈ ഇവിടം തൊട്ട് ഇവിടം വരെ അപ്പൊ എത്ര ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ടായിരിക്കും? അപ്പൊ നമുക്ക് എഴുതാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടെമ്പറേച്ചർ. എത്ര കുറഞ്ഞു? അല്ല, സ്റ്റെപ്പ് അത് വേണ്ട. റേറ്റ് ഓഫ് ചേഞ്ച് അല്ല, ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. സോറി, റേറ്റ് ഓഫ് ചേഞ്ച് 2 ആണല്ലോ. അടുത്തത് ഡിക്രീസ് ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എത്ര കുറഞ്ഞു കാണും? ഈ 12 മണി തൊട്ട് ഈ രാത്രി 12 മണി, ഉച്ച 12 മണി തൊട്ട് രാത്രി 12 മണി എത്ര കുറഞ്ഞു കാണും? അപ്പൊ അതിന് എന്താ ചെയ്താൽ മതി? ടൈം ഇൻറ്റു ഓരോ മണിക്കൂറിലും എത്ര വെച്ച് കുറയും? 2 വെച്ച്. 24 ഡിഗ്രി സെൽഷ്യസ്. മനസ്സിലായല്ലോ? അപ്പൊ എങ്ങനെയാണ് നമ്മൾ ആദ്യം ഡിഫറൻസ് ഇൻ ടെമ്പറേച്ചർ, അതായത് ഉച്ച 12 മണി തൊട്ട് രാത്രി 12 മണി, രാത്രി 12 മണി നമുക്ക് 24 hours എടുക്കാം. അങ്ങനെ അവർ തമ്മിലുള്ള വ്യത്യാസം 12 hours ആണ്. അപ്പൊ ഈ 12 മണിക്കൂർ കൊണ്ട് എത്ര വീതം കുറഞ്ഞു? മൊത്തം എത്ര കുറഞ്ഞു കാണും ടെമ്പറേച്ചർ? അതായത് ഓരോ മണിക്കൂറിലും 2 വീതം കുറഞ്ഞിരിക്കുക. അപ്പം ഇവിടം തൊട്ട് ഇവിടം വരെ 12 × 12 × 2 24 ഡിഗ്രി സെൽഷ്യസ് കുറയും, ടെമ്പറേച്ചർ കുറയും. അപ്പൊ നമുക്ക് ഈ ടൈം കണ്ടുപിടിക്കാൻ അല്ല, ടെമ്പറേച്ചർ അറ്റ് മിഡ് നൈറ്റ് അല്ലെ, 12 മിഡ് നൈറ്റ്. ടെമ്പറേച്ചർ അറ്റ് 12 മിഡ് നൈറ്റ് രാത്രി ഉള്ളത് കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി മക്കളെ? നമുക്ക് ഉച്ചയ്ക്കത്ത് എത്രയായിരുന്നു? 10 ആയിരുന്നു, 10 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതിൽ നിന്ന് ഇപ്പൊ ഇവിടെ വരെ എത്ര വീതം കുറഞ്ഞിട്ടുണ്ട്? ഈ 24 അങ്ങ് സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പൊ എത്ര വരും? 4 1. അപ്പൊ എത്ര ടെമ്പറേച്ചർ ആയിരിക്കും വരുന്നത്? ഇത് പ്ലസ്, ഇത് മൈനസ്. പ്ലസ് മൈനസ് കൂടെ വന്നാൽ അല്ലെങ്കിൽ നമുക്ക് സബ്ട്രാക്ഷൻ ഇല്ലല്ലോ, നമുക്ക് അങ്ങനെ ചെയ്യാം അല്ലേ? നമുക്ക് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ തൊട്ട് അഡിറ്റീവ് ഇൻവേഴ്സ് 10 ഡിഗ്രി സെൽഷ്യസ്. ഇതെന്താകും? പ്ലസ് ആകും. ഇത് പ്ലസ് 24 ആണ്, മൈനസ് 24 ആകും. പ്ലസും മൈനസും കൂടെ വരുമ്പോൾ സബ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ മൈനസ് 14 ഡിഗ്രി സെൽഷ്യസ്. അപ്പൊ രാത്രി 12 മണിക്ക് എത്രയായിരിക്കും ടെമ്പറേച്ചർ? മൈനസ് 14 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഇവിടുത്തെ രാത്രി 12 മണി വരെ കാണാനുള്ളത് എങ്ങനെയാണ്? 12 തൊട്ട് 12 വരെ എത്ര ടൈം ഉണ്ട്? 12 മണിക്കൂറുണ്ട്. 12 മണിക്കൂറിന്റെ വ്യത്യാസമാണ്. അപ്പൊ ഈ 12 മണിക്കൂർ കൊണ്ട് എത്ര ടെമ്പറേച്ചർ താഴോട്ട് പോയി? അതിനെ നമ്മൾ 12 ഇൻറ്റു, അതായത് ഈ 12 ഇൻറ്റു ഒരു മണിക്കൂറിൽ 2 വെച്ച് കുറയുന്നെന്ന് പറഞ്ഞാൽ അങ്ങനെ 12 ഇൻറ്റു 24. അങ്ങനെയാണെങ്കിൽ ഈ മിഡ് നൈറ്റിലെ ടെമ്പറേച്ചർ കണ്ടുപിടിക്കാൻ എന്നാ ചെയ്താൽ മതി? ഉച്ചയ്ക്ക് 12 മണിക്കുള്ള ടെമ്പറേച്ചർ 10 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് ഈ 24 ഇവിടെ വരെയുള്ള ഡിഫറൻസ് സബ്ട്രാക്ട് ചെയ്താൽ മതി. നമുക്ക് 10 ഡിഗ്രി മൈനസ് 24 ഡിഗ്രി സെൽഷ്യസ് എന്നാണ്. നമ്മൾ മൈനസ് ചെയ്യാറില്ല, അതിന് പകരം അഡിറ്റീവ് ഇൻവേഴ്സ്. എങ്ങനെയാണ്? ഇവിടുത്തെ മൈനസ് പ്ലസ് ആകും. 24 പ്ലസ് ആയിരുന്നു, അത് മൈനസ് ആയി. പ്ലസ് മൈനസ് സബ്ട്രാക്ട് ചെയ്തു, മൈനസ് 14 ഡിഗ്രി സെൽഷ്യസ്. നമുക്ക് ഇച്ചിരി പ്രയാസമുള്ള പ്രോബ്ലംസ് ആണ്, എനിക്കറിയാം. എന്നാലും ഇത് 2 പ്രാവശ്യം ഒന്ന് കാണാം, എന്നിട്ട് തന്നെ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 2 പ്രാവശ്യമൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളതങ്ങ് പഠിക്കും കേട്ടോ. ഈ മെത്തേഡ് അങ്ങ് പഠിക്കും. അത് ആ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ തന്നാലും ഇപ്പം അടുത്ത് ചെയ്യുമ്പോൾ ഇച്ചിരി ഈസിയാകും. നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു.